മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ മാങ്ങാപ്പഴമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ മാങ്ങാപ്പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്തുള്ള ആ ഒരു സീഡ് ഉണ്ടല്ലോ, അത് നമ്മൾ കളയാതെ കുറച്ച് സമയം 1-2 മണിക്കൂറൊക്കെ നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഫുള്ളായി തന്നെ പോയി കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ടായി മുറിഞ്ഞ് കിട്ടും. അപ്പോൾ അതിനകത്ത് ഒരു വൈറ്റ് കളറുള്ള ഒരു സീഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ 2 മാങ്ങയുടെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാവും. അതിനെയൊക്കെ ഒന്ന് അത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു സീഡിനെ നന്നായി തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 മാങ്ങയുടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ വേണം. ശരിക്കും ഒരു 1/4 ഗ്ലാസോളം വെളിച്ചെണ്ണ നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാങ്ങയുടെ സീഡ് ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മളതൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കി വെക്കുക. നമ്മൾ കുളിക്കുന്ന സമയത്ത് കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാം. കുഞ്ഞു കുട്ടികൾക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ നല്ല ഷൈനിങ്ങും കളറും വരും.